ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 46 മുതൽ 48 വരെയുള്ള വാക്യത്തോടുള്ള ബന്ധത്തിലാണ് വചനചിന്ത. ഈ വാക്യത്തിൻ്റെ സാരാംശം ആരാണ് വലിയവൻ എന്നുള്ളതാണ്. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു എന്നുള്ളത് യേശു കർത്താവ് പറഞ്ഞു. അതിനധിക സമയമായതുമില്ല. അവരിൽ വെച്ച് ആർ വലിയവൻ എന്നൊരു വാദം അവിടെ ഉണ്ടാകുവാനിടയായി. ആ വശത്ത് അങ്ങനെ ഒരു വാദം നടക്കുമ്പോൾ ഒരു വശത്ത് അത്ഭുതകരമായ സ്വയത്യാഗം, മറുവശത്ത് ഹീനമായ സ്വയകേന്ദ്രീകരണം. ഇതിൻ്റെ പശ്ചാത്തലം ഇതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ യേശുവും 12 കവർന്നഹൂമിലെത്തി. വഴിയിൽ വെച്ച് സ്ഥാനവലിപ്പത്തെക്കുറിച്ച് ഒരു വാദം ശിഷ്യന്മാരുടെ ഇടയിലുണ്ടായല്ലോ. നിങ്ങൾ വഴിയിൽ വെച്ച് തമ്മിൽ വാദിച്ചത് എന്താ എന്ന് യേശു ചോദിച്ചു. അവർക്ക് മറുപടി പറയാൻ ഒരു നാണം. 47-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവൻ അവരുടെ ഹൃദയവിചാരം അറിഞ്ഞു. തൻ്റെ ദിവ്യജ്ഞാനത്തിൽ അവരുടെ വിചാരങ്ങൾ താൻ അറിഞ്ഞു. അവരെ ഒരു പാഠം പഠിപ്പിക്കാനായി തന്നെ യേശു തീരുമാനിച്ചു. അപ്പോഴാണ് കർത്താവ് അവരുടെ മുമ്പിൽ ഒരു കാര്യം ചെയ്തു. എന്താണ്? ഒരു ശിശുവിനെ നടുവിൽ നിർത്തി അവരോട് പറഞ്ഞത്, ശ്രദ്ധിക്കുക, നിങ്ങളുടെ വലിപ്പവും പ്രാധാന്യവും എല്ലാം മറന്ന് ഒരു ശിശുവിനെ പോലാകണം. ശിശുവിനെ പോലുള്ളവരെ സ്വീകരിക്കുക. എല്ലാവരിലും ചെറിയവനത്രേ വലിയവൻ. അങ്ങനെ പറഞ്ഞ് അവരെ എന്ത് ചെയ്തു? ആ വലിപ്പത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്ഥാനമാനങ്ങളുടെ ആ വലിപ്പത്തെ കർത്താവ് ഇല്ലാതാക്കി. അപ്പോൾ കർത്താവിന് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവരനുസരിച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വലിപ്പം, സ്ഥാനം, ഉയർച്ച, ഞാനെന്ന ഭാവം, എനിക്ക് വേണം, എനിക്കെല്ലാം വേണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ ഈ കാലഘട്ടത്തിൽ ഉണ്ട്. എങ്കിലും കർത്താവ് പറഞ്ഞ ആലോചന ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. 48-49 വാക്യത്തിൽ വായിക്കുമ്പോൾ പ്രതികൂലമല്ലാത്തവൻ അനുകൂലി എന്ന് നമുക്കവിടെ വായിക്കും. പലസ്തീനിൽ അക്കാലത്തൊരു വളരെ ഭൂതോച്ചവടക്കാരന്മാരുണ്ടായിരുന്നു. ഏത് വിധത്തിലുള്ള ആളെക്കുറിച്ചായിരിക്കും യോഹന്നാൻ പറയുന്നത്? സ്കോവായുടെ മക്കളെപ്പോലുള്ളവർ ആയിരിക്കില്ല. അവർ വഞ്ചകന്മാരായിരുന്നു. പ്രവൃത്തിയുടെ പുസ്തകം, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യത്തിൽ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. കർത്താവ് കുറ്റപ്പെടുത്തുന്ന ഗണത്തിലുള്ളവനുമായി അല്ലെങ്കിൽ ഗണത്തിലുള്ളവരുമായിരുന്നില്ല അത്. ഇവർ യേശുവിൽ വിശ്വസിച്ചവരായിരിക്കാനാണ് സാധ്യത. പക്ഷേ യേശുവിൻ്റെ ശിഷ്യന്മാരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നില്ല എന്നേ ഉള്ളൂ അവരുടെ കാര്യം. അവരെ ഒഴിവാക്കാൻ യോഹന്നാൻ പറയുന്ന ന്യായം ഇതാണ്: ഞങ്ങളുടെ കൂടെ നിന്നെ അനുഗമിച്ചില്ല എന്നതാണ്. ഒരു പക്ഷേ അയാളും യോഹന്നാന് കീഴ്പ്പെട്ടു. തൻ്റെ നേതൃത്വം അംഗീകരിച്ച് പോകണമെന്ന് യോഹന്നാൻ ആഗ്രഹിച്ചു. അങ്ങനെ ആഗ്രഹിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. എന്നാൽ യേശു അത് സമ്മതിച്ചില്ല. നിങ്ങൾക്ക് പ്രതികൂലം അല്ലാത്ത ഒരുവൻ നിങ്ങൾക്ക് അനുകൂലിയല്ലോ എന്നാണ് കർത്താവ് പറഞ്ഞത്. ഇവിടെ യോഹന്നാൻ്റെ തെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അസഹിഷ്ണുത. അതാണ്. അത് അദ്ദേഹത്തിൻ്റെ അവകാശമായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതേ മനോഭാവം പണ്ട് യോശുവായിലും വെളിപ്പെട്ടതായി കാണാം. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് വായിപ്പാൻ മനസ്സിലാകുന്നുണ്ട്. ഇന്നും ഇതുപോലെ പറയുന്ന ആളുകളുണ്ട്. ഏറ്റവും വിശുദ്ധവും
കർത്താവിൻ്റെ വചനപ്രകാരമുള്ള സഭ ഞങ്ങളുടേത് മാത്രമാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ ദൈവവചനം ചിന്തിച്ചപ്പോൾ ഇങ്ങനെയുള്ള വിധി ദൈവത്തിന് വിട്ടുകൊടുക്കുകയല്ലേ നല്ലത്? അതായിരിക്കും നല്ലത്. കാരണം കർത്താവാണ് വിധികർത്താവ്. അപ്പോൾ നല്ലത് അതായിരിക്കുമെങ്കിലും കർത്താവ് പറയുന്നത് അത് തന്നെയാണ് നല്ലത്. എന്നാൽ പിന്നെ നമുക്ക് മോശയെപ്പോലെയും പൗലോസിനെപ്പോലെയും നമുക്ക് വിശാല മനസ്കരായി കഴിയാം എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? അതെ, ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യത്തിൽ വായിക്കുക. വിശാല മനസ്സുള്ളവരായി ജീവിക്കുക. ആരാണ് വലിയവനെന്നുള്ള ആ മനോഭാവം മാറ്റി നമുക്ക് താഴാം. കർത്താവ് പറയുന്നതനുസരിക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നതിന് സ്തോത്രം. നാമത്തെ മഹത്വപ്പെടുത്തണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.